ദൈവമേ കുറച്ച് കൂടിപ്പോയല്ലോ. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ശരിയാക്കാട്ടോ. നെറ്റീമ വെച്ച് കയ്യിലും കാലിലും പൊട്ടും. നെറ്റീമ ഒട്ടാനാണ് ഇതൊക്കെ പാട്. യെസ്. ഹലോ ഗായ്സ്, നമുക്കിന്നൊരു നോ മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇവിടെ ഭയങ്കര ചൂടാണ്. ഒന്നും പറയാനില്ല ചൂടെടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. സ്കിൻ കെയർ ചെയ്യാത്തതിൻ്റെ കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സെറവും ഫേസ് സെറവും അതുപോലെ തന്നെ സൺസ്ക്രീനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സൺസ്ക്രീനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കഴിഞ്ഞു എന്ന് പറയാനായിട്ട് ചമ്മലാണ്. ചോദിക്കലില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് കണ്ടിട്ട് അവളുടെ കയ്യിലില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടില്ലെങ്കിൽ മേടിച്ചു തരും. അതുവരെ ഞാൻ മിണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നില്ല. വേറെ മേക്കപ്പൊന്നും വല്ലാതെ മേക്കപ്പൊന്നും പറയാനുമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ ബേബി പൗഡറാണ്, ഹിമാലയയുടെ. ഇതൊക്കെ ഇടാത്തവർക്ക് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യാത്തവർക്ക് കുറച്ച് ബേബി പൗഡർ ഇട്ട് കൊടുക്കാം. വയർപ്പുണ്ടായിരുന്നു. സോറി, ദൈവമേ കുറച്ച് കൂടിപ്പോയല്ലോ. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ശരിയാക്കാം കേട്ടോ. പച്ചക്കെ ആവശ്യത്തിന് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ്. അത് കുഴപ്പമില്ല, കുട്ടി അടിച്ച പോലെയുണ്ട്. ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഐബ്രോസ് ചെറുപ്പം തൊട്ടേ എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ത്രെഡ് തന്നെ ഒരു 4 വർഷമായിട്ടുണ്ടാവും ചെയ്തിട്ട്. ഞാൻ 2021 ഡിസംബർ 30 ലാസ്റ്റ് ത്രെഡ് ചെയ്യുന്നത്. ഞാൻ ത്രെഡ് ചെയ്ത കാര്യം അതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്തില്ല. ഇപ്പോൾ കുറേ ആയി ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്നാൽ എനിക്ക് പേടി കാരണം ഞാൻ ചെയ്യലില്ല. പിന്നെ എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണൊന്നുമില്ല, ത്രെഡ് ചെയ്തില്ല. ത്രെഡ് നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം കേട്ടോ. ഐടെക്സിൻ്റെ ആണ്. ഞാൻ സാധാരണ ലാക്മേയുടെ ആണ് എഴുതുന്നത്. ലാക്മേക്ക് ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്താണ് ലാക്മേയുടെ ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഐടെക്സിലേക്ക് മാറി. കാരണം എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഐടെക്സ് ആയതുകൊണ്ട്. എനിക്ക് ഇതിൽ നോക്കി എഴുതാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ നോക്കി എഴുതാൻ പറ്റില്ല കഴിച്ചപ്പോൾ ഞാൻ കണ്ണട നോക്കി എഴുതിയിട്ട് വരാം കേട്ടോ. ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലും താഴെയൊക്കെ എഴുതി കൊടുത്തു. കണ്ണ് ചൊറിയാണ്. എനിക്ക് അലർജി ഉണ്ട്. അപ്പോൾ എനിക്ക് കണ്ണിങ്ങനെ ചൊറിയ മാന്താനൊക്കെ തോന്നും. ഞാൻ മാന്തില്ല. പിന്നെ ഞാൻ ഐഷാഡോ ഒന്നും ഇടില്ല കേട്ടോ. കാരണം ഞാൻ ഐഷാഡോ ഇടലില്ല. ഐഷാഡോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഭയങ്കര റൂഡായിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ അച്ഛന് ഐഷാഡോ ഇടുന്നതൊന്നും ഇഷ്ടമല്ല. ഐഷാഡോ ഇടുന്നത്, ലിപ്സ്റ്റിക് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഐഷാഡോ ഇടലില്ല. മസ്കാര ഉണ്ടായിരുന്നു. മസ്കാര എവിടെയും മിസ്സായിപ്പോയി. അതുകൊണ്ട് മസ്കാര ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണെഴുതി. ഇനി നമുക്ക് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ടെങ്കിൽ പൊട്ട്. ഇത് പുതിയ പൊട്ടാണ്. പുതിയതല്ല, കുറച്ചായി വെച്ചിട്ട്. 1 മാസം ആവാറ്. ഈശ്വര, വെയിൽ പോയോ? 1 മാസം ആവാറായി. അപ്പോൾ ഇതിന്ന് പറഞ്ഞാൽ ഒക്കെ കറുപ്പ് തന്നെയാണ്. അത് ഒരു കൊടുക്കാം. ഇത് തൊട്ടൊന്നുമില്ലല്ലോ. ഫുൾ പറ്റിക്കലാണ് ഈ പൊട്ടൊക്കെ. നെറ്റീമ ഒളിച്ച് കയ്യിലും കാലിലും പൊട്ടും. നെറ്റീമ ഒട്ടാനാണ് ഇതൊക്കെ പാട്. യെസ്, ചരിഞ്ഞാണ് ഇരിക്കണത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പൊട്ടിട്ടോ. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ നിന്നൊക്കെ പൊറുക്കി വെക്കണം കേട്ടോ. ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് എനിക്കൊരു കഥ പറയാനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഐഷാഡോ ഇടുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്നതും ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്ക് ഇടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എൻ്റെ അച്ഛൻ അബ്രോഡായിരുന്നു, മലയാളമായിരുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് പിള്ളേർ ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരും. അതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അത് ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരും. അപ്പോൾ അത് ഞാൻ മേടിച്ചിടലുണ്ട് പിള്ളേരുടെ അടുത്ത് നിന്ന്. അതിനെ മേടിച്ചിടുമ്പോൾ ചുണ്ട് നല്ല ഗ്ലേസിങ് ആയിട്ട് ഇരിക്കും, ഒരു ഗ്ലോ ഒക്കെ കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടി. എനിക്ക് ചുണ്ടിന്മേൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചിട്ടിട്ട് ഞാൻ എൻ്റെ അമ്മടുത്ത് പറയും എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ പറയും വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ചീത്ത പറയും. അതുകൊണ്ട് അതൊന്നും മേടിക്കണം പറയും. പിന്നെ എന്നാലും അമ്മയ്ക്ക് പാവം തോന്നിട്ട് കുട്ടിയല്ലേ. അപ്പോൾ പാവം തോന്നിയിട്ട് എനിക്കൊരു ചെറിയ ലിപ് ഗ്ലോസ് മേടിച്ചതായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനും ഞാനപ്പോൾ വീട്ടിൽ നിന്ന് പോകും. അച്ഛനേക്കാളും ടെററാണ് എൻ്റെ ബ്രദർ, എൻ്റെ ചേട്ടൻ. അപ്പോൾ ഇടാനായിട്ട് സമ്മതിക്കുന്നില്ലേ സാധനം. അപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് പതുക്കെ ഒന്ന് വീട്ടിൽ ആരും കാണാണ്ട് ഇട്ടിട്ടൊക്കെ പോകും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് ഒക്കെ മാറി ഒരു സ്ട്രോബെറിയുടെ ലിപ് ബാം, കുറച്ചുകൂടെ കളർ കിട്ടും. സ്ട്രോബെറിയുടെ ലിപ് ബാം നമ്മുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസൊക്കെ ചെയ്ത്, അമ്മേനെ കൺവിൻസൊക്കെ ചെയ്തിട്ട് വേണം മേടിക്കുന്നത്. അത് മേടിച്ച് എന്താ ലിപ് ബാമൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ലിപ് ബാം വീട്ടിൽ നിന്നും പറഞ്ഞ പോലെ ഒന്ന് വീട്ടിൽ നിന്ന് ഇടില്ല. ചെറിയൊരു കണ്ണട കയ്യിൽ പിടിച്ചിട്ട് അതിങ്ങനെ വഴിയിലൊക്കെ ഇട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാജിക് ലിപ്സ്റ്റിക്ക് എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു റോസ് കളറിൽ ഇങ്ങനെ, ഇവിടെയൊക്കെ റോസ് ആയിരിക്കും, കുറച്ച് നമ്മളിങ്ങനെ ആ സ്റ്റിക്ക് വരുമ്പോഴത്തേക്കും വൈറ്റ് കളർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു റോസ് കളർ അങ്ങനെ വരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ യൂസ് ചെയ്തു. എൻ്റെ ആത്മാവ് കിടക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു എന്താ
അതിൻ്റെ പേരെന്താ പറഞ്ഞു വരുന്നത് ദൈവമേ, നമ്മൾ ഈ ചുണ്ടിലൊക്കെ വരയ്ക്കൂലേ, ലിപ് ലൈനർ. ആ സാധനം ലിപ് ലൈനർ കുറച്ചിങ്ങനെ അപ്പം എൻ്റെ കസിൻ്റെ വൈഫ് അവളെനിക്ക് ലിപ് ലൈനർ കാണിച്ചത്. ഞാൻ ലിപ് ലൈനറൊക്കെ അപ്പോഴാണ് കാണുന്നത്, എനിക്ക് +1 എത്തിയ സമയത്താണ് ലിപ് ലൈനറൊക്കെ കാണുന്നത്. അപ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് അവൾ വന്ന് ലിപ്പിൽ കളർ അടിക്കുക, നീ ലിപ് ലൈനർ വെച്ച് വരച്ചോളാം. അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ലിപ് ലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ് ലിപ് ലൈനർ വെച്ചിട്ട് വരയ്ക്കാം. പിന്നെ ആ ഷെയ്ഡ് കിട്ടാത്ത കാരണം ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്ത് നിർത്തി. പിന്നെ എനിക്ക് ജോലി കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു, ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒരു കടക്കാരൻ എന്നെ പറ്റിച്ചതാണ്, മോളെ എനിക്ക് നല്ല ചേർച്ചയെന്ന് പറഞ്ഞൊരു ന്യൂഡ് ഷെയ്ഡ് തന്നു. അത് എൻ്റെ മുഖം വേറെ ഷെയ്ഡും, അതിൽ എൻ്റെ മുഖവും ആ ലിപ്സ്റ്റിക്കും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ അത് മനസ്സിലാക്കി എനിക്ക് 2 വർഷം എടുത്തിട്ടുണ്ട്. ആ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, ദൈവമേ ഇത് ഒരു മാച്ചിലാക്കുകയാണല്ലോ എന്ന്. എൻ്റെ ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത്, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് ഹസ്ബൻഡാണ് പറഞ്ഞത്, ഈ ഷെയ്ഡ് കൊള്ളൂല, നീ വേറെ ഷെയ്ഡ് ഏതെങ്കിലും മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് എൻ്റെ കസിൻ സിസ്റ്റർ അവളെ എനിക്ക് ഇതിൻ്റെ ഇത്തിരി കൂടെ വലിയ ഡാസ്ലറിൻ്റെ കുറച്ച് വലിയ ഈ സെയിം ഷെയ്ഡ് മേടിച്ചത്. അതിന് ഞാൻ ആത്മാവ് വരെത്തുന്നു. 1.5 വർഷത്തോളം ഞാനത് ഉപയോഗിച്ചു. 1.5 വർഷം ഉപയോഗിച്ചിട്ട് ആ ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ആ 1.5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഷെയ്ഡ് നോക്കിയപ്പോൾ കാണാനില്ല. ഓൺലൈനിലോ അവൈലബിൾ അല്ല, പിന്നെ ഷോപ്പുകളിൽ ഫാൻസി ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചിരുന്നു, അവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ഇട തന്നെ ഒരു മാസം മുമ്പേ എൻ്റെ മോനൊരു മാല എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും അവിടെ നിന്നാണ് എനിക്ക് വീണ്ടും ഈ ഷെയ്ഡ് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയ ബോട്ടിൽ മേടിച്ചു. ഞാൻ ഇട്ട് കാണിച്ചു കേട്ടോ. കളറ് പിന്നെ കമ്മൽ ഞാൻ മാറ്റുന്നില്ല കേട്ടോ. എൻ്റെ കമ്മൽ കാണാനില്ല. ഞാൻ ഇതിനു വേണ്ടിയല്ല, കമ്മലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ എവിടെ വെച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ഓർമ്മയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക്. അപ്പം ഞാനത് എവിടെ വെച്ചെന്ന് ആലോചിച്ചു. എനിക്ക് വലിയ കമ്മലിൻ്റെ കളക്ഷൻ ഇല്ല, എനിക്ക് കമ്മലിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഇടുകയാണെങ്കിൽ ഇതായി ഒരു കമ്മൽ എടുക്കണം, വേറെ മാറ്റാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു മെസ്സേജ് വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഈ കമ്മലാണ് ഞാൻ ഇതിൻ്റെ കൂടെ ടയർ ചെയ്തത്. ജിമിക്കാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ വാച്ച് ഞാൻ അവിടെ പോകുമ്പോഴും വളയൊന്നും ഇടലില്ല, സിമ്പിളാണ്, വളയൊന്നും ഇടലില്ല. ഈശ്വര മേടിച്ച് തന്നപ്പോൾ ആലോചിച്ചത് കെട്ടാൻ കുറച്ച് പാടല്ല, എനിക്ക് ബുദ്ധിയില്ലാണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ വാച്ച് ഇത് കഴിഞ്ഞു. ഇനി മുടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത്ര സിമ്പിളൊക്കെ ആയിട്ട് ആരെയും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഞാൻ സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോവല്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.